നമ്മളിന്ന് വേങ്ങല് പോണം. വേങ്ങൽ, തിരുവല്ല വേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബോർഡൊക്കെ കണ്ടു. അവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. നല്ല നല്ല ഒരു സ്ഥലമാണ്. നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. എന്നാ വിചാരിച്ച് നമുക്കൊന്ന് പോയേക്കാം. ഇത് നമ്മൾ നേരെ ചങ്ങനാശ്ശേരി തിരുവല്ല കാവുമ്പാവം പോകുന്ന റൂട്ടാണ്. കാവുമ്പാവത്ത് നിന്ന് 3-4 കിലോമീറ്റർ ഉള്ളൂ. ഇടിഞ്ഞില്ലത്ത് നിന്ന് വരുമ്പോൾ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. നമ്മൾ വേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലം ഈ ബോർഡ് കാണുന്ന അതെ ട്രാൻസ്ഫോമർ അതിലെ ലെഫ്റ്റ് മുണ്ടകം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റൂട്ട് പോയി നോക്കാം. നമ്മളെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമ്മുടെ കൂടെ നേരത്തെ ഇവിടെ വന്ന 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അവർ പുറകിൽ അനങ്ങാതിരിക്കുകയാണ്, മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അവരെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. നമ്മളെ വീഡിയോയിൽ നിരവധി തവണ കണ്ടിട്ടുള്ള 2 മഹത് വ്യക്തികളാണ്. നോക്കൂ, നിറയെ പശുക്കൾ നിൽക്കുന്നത് കണ്ടോ? കണ്ടങ്ങൾക്ക് നടുവിലൂടെ പാടത്തിന്റെ നടുവിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞുകൊണ്ട് പച്ചപ്പെല്ലാം അങ്ങ് പോയി. ഇല്ല, പാടം എപ്പോഴും കൊയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. നല്ല രസം. ഒരു ചെറിയൊരു പാലമൊക്കെ നോക്കിയേ. തടിപ്പാലം നോക്കി. ഇരുമ്പ് കേട്ടോ, കൊള്ളാം. ഭംഗിയുണ്ട്. അപ്പുറത്തോട് നടന്നു ഇതാണോ ഇടിഞ്ഞില്ല അങ്ങോട്ട് അല്ലേ, വലത്തോട്ടാ? ഇവിടെ വേറെ റൂട്ടുണ്ടോ ഇടിഞ്ഞില്ലം പോലെ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുവഴി ഇടിഞ്ഞില്ലം പോലെ. റൂട്ടൊന്നും പോയതിനേ പോ. തീർത്തേക്ക് അറിയാതെ പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. തീർത്തേ അവൾ അറിയില്ല തന്നെ. അതേ പറഞ്ഞേ. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. മുണ്ടപ്പള്ളി മുണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമെത്തി. പോയി നോക്കാം. അവിടെ കടകളൊക്കെ ഉണ്ട്. ചായ ടീ സ്പോട്ട് ഉണ്ട്. ഒരു ടീ പോസ്റ്റ് ഇവിടെ ചൂണ്ടക്കാരെ കാണുന്ന പക്ഷെ ഇവിടെ ചൂണ്ടക്കാരും ചൂണ്ടയിടപ്പണേ. ചൂണ്ടയിടായിരുന്നു. വെള്ളം വന്നോടെ ഇരിക്കുന്നേ. എവിടെ? അത് മതിലാന്ന് പറഞ്ഞേ. അത് മതിലെ വെള്ളം മതില് നമ്മള് കണ്ടിട്ടുണ്ട്. അതിനകത്ത് വീട് നിൽക്കുന്ന കണ്ടോ? ഇത് തടിപ്പാലം. അതോ അത് പോസ്റ്റാണ്. പോസ്റ്റ് പാലം തടി കൊയ്ത്ത് നടന്നോണ്ടിരിക്കുക. നമുക്ക് മൊത്തം കൊയ്ത്ത് നടന്നോണ്ടിരിക്കുക. കൊയ്ത്ത് മെഷീനാണ് നടക്കുന്നത്. വെള്ളമുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. കൊയ്ത്ത് നടന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് കൊയ്ത്ത് മെഷീൻ വന്ന വണ്ടിയിൽ കൊണ്ടുവന്ന കൊയ്ത്തന്ത്രം കൊണ്ടുവന്ന ഇതിനകത്ത് തന്നെ ഒരു ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നു. നോക്കി പാചകം ചെയ്യാനാണ് മെഷീനൊക്കെ വെച്ചിരിക്കാൻ. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടോ? അവര് ബൈക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ കൊയ്തുകൊണ്ടായി അങ്ങോട്ട് പോയിക്കേ. ആൾക്കാരൊക്കെ അവിടെ ബൈക്കാരൊക്കെ പറപ്പിച്ച് പോകും. ആൾക്കാരൊക്കെ ഇഷ്ടത്തിനുണ്ട്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ലേ നിൽക്കുന്നത്? പക്ഷെ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു. ഫുള്ള് വെള്ളമായിരുന്നു. വെള്ളം കയറുന്ന കേട്ടോ. ആളുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. ആളൊത്തിരി ഇഷ്ടത്തിനാണ് കേട്ടോ. ചൂണ്ടയിടാൻ പറ്റിയ സ്ഥലം കൂടെ. വേണ്ട, ഇത് പായലൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. പായലൊരു കമ്പോണ്ട് കണ്ടോ, ചെറുതായിട്ട് ആൾക്കാരാണല്ലോ. ഇഷ്ടം പോലെ പോകുന്നത്
ഇത് കണ്ടോ നല്ല രസമുണ്ട് പൂക്കള്. ഫ്ലവർ വാ വെറൈറ്റി ഫ്ലവർ അടിപൊളി വണ്ടി മാറ്റി. അടിപൊളി. ഇവിടെ അല്ല നല്ല ഭംഗിയുണ്ട്. ഇവിടെ അല്ല എനിക്കറിയാം വണ്ടി ഇവിടെ വണ്ടി ഇവിടെ ആണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് പാർക്കൊക്കെ വന്നു കേട്ടോ. ചെറിയ ചെറിയ പാർക്കൊക്കെ വന്നു. പാർക്കൊക്കെ ഉണ്ട്. ഹായ് എനിക്ക് പാർക്കിൽ കളിക്കാലോ. വെള്ളം ഇവിടെ വരെ ഉള്ളോ? ഇവിടെ വരെ ഉള്ളോ? പപ്പ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. മറ്റേ വണ്ടി എപ്പോ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നില്ലേ? നമ്മള് വരുന്ന വഴി കണ്ടില്ലല്ലോ. വണ്ടി മാറ്റി. ആ നിർത്ത് പറങ്ങ. സൂര്യന് ചവിട്ടാൻ സൈക്കിള് കിട്ടി. എനിക്ക് സൈക്കിൾ കിട്ടിയില്ല തോന്നുന്നു. അയ്യോ. തിരിഞ്ഞാണ് ഈ കാർ അങ്ങോട്ട് കെട്ടിയിരിക്കുക. എല്ലാവരും ചെങ്ങാടം കെട്ടി വെച്ചിരിക്കുന്നതാണ്. അതായത് കണ്ടോ ആ വലയൊക്കെ ഉള്ളവർ ചെങ്ങാടം വന്നുകൊണ്ട് അത് കെട്ടി വെച്ചിരിക്കുക. അങ്ങോട്ട് ഇങ്ങനെ വരാം. നാമ്പലി പോണ്ടടി. അവിടെ ഒരു 2-3 ചെറുത് 2 എണ്ണം പോകുന്നുണ്ടോ? നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. ആൾക്കാർ ഇഷ്ടത്തിന് വരുന്നുണ്ട്. അവിടെ വെള്ളത്തിൽ പോടെ ഇറക്കാം. മറ്റേതോടെ ഒരു കാല് വെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും. മാനുവേട്ടാ ഒരെണ്ണം കൂടെ. മാനുവേട്ടാ ഒരെണ്ണം കൂടെ. മറ്റേ ആദ്യം കളിച്ചു സൂര്യമാരടാ. പണ്ട് വെള്ളം ഇങ്ങനെ കണ്ടത്തിലേക്ക് നമ്മള് ചക്രം ചവിട്ടിരുന്ന വിദ്യയാണ് ഈ കാണിച്ചു തരുന്നത്. വീഴും അല്ലാതെ ഈ സൈഡിലെ ആൾക്കാർ മാറുന്നുണ്ട്, ഈ സൈഡിലെ ആള് മാറുന്നില്ല. വയറെവിടെ ചെന്ന് ഇടിക്കുന്നുണ്ട്. അവിടെ വേറെ എന്തൊക്കെ ഇരിപ്പുണ്ടല്ലോ. ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ ഉള്ളതിനാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല. കാരണം കുറേ ഉണ്ട് ഇതുപോലെ കേട്ടോ. സൈക്കിള് ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയാത്തത് കൊണ്ട് പറയുന്നില്ല. സൂര്യൻ ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ള ഇതിലാണ് ഈ സ്ഥലത്തോട് ഇപ്പോൾ ഇതാ വിട പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ രാവിലെ വരുമ്പോഴേ ഒരു എക്സസൈസിന്, രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു എക്സസൈസിന് വേണ്ടിയിട്ടൊക്കെ വെച്ചേക്കുന്നതായിരിക്കാം അല്ലേ. ഇവിടെ ഇപ്പൊ എല്ലാ 2 സൈഡിലും വെള്ളമാകുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാനേ. അതുകൊണ്ട് അവിടെ ഡാൻസ് കളിക്കുന്ന നല്ല മഴക്കോളുണ്ട്. ടീ സ്പോട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചായ കുടിക്കാൻ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊന്നും കണ്ടില്ല. ഇവിടാണോ തോന്നുന്നത്? നെൽ സ്പോട്ടേ ഉള്ളൂ, ടീ സ്പോട്ടില്ല. ആവശ്യം ഇതാ മാമി, ഇതാണ് ചായക്കട, ചേച്ചിയുടെ ചായക്കട. നമ്മൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. കൊറേ ചിരിച്ചു. ആകാശം കണ്ട എന്ത് രസം നോക്കി. സായിച്ചേട്ടന്റെ ചേട്ടന്റെ കട ഏത്? ഇത് കടയല്ലേ, ഇത് കൺവെൻഷൻ സ്ഥലമാണെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ലെഫ്റ്റിലോട്ട് തിരിയാൻ വന്ന ഒരിക്കലും GPS എന്ത് ചെയ്യേ? ചേച്ചി എനിക്ക് അങ്ങനെ നമ്മൾ നമ്മള് CC സ്പോട്ട് ഏതാ എന്താണ്? ചീസിയോ?
ചീസി സ്പോട്ട് എന്ന് പറഞ്ഞൊരു കടയിലോ കടയല്ല, ചീസി സ്പോട്ട് ലക്ഷ്യമാക്കി എന്തോ ചീസി സ്പോട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. പോയിട്ട് എന്തിനാ അതാണ് അവരെ കഴിക്കാൻ. കാണിച്ചു കൊടുക്കാൻ. കഴിക്കാൻ ചീസി സ്പോട്ട് കാണിച്ചു കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ചോറുണ്ട് കിടന്നുറങ്ങും. അവിടെ പോയി നാരങ്ങ വെള്ളം ഉണ്ടെന്ന് 2 നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്ത് ആരിറങ്ങൂന്ന് ഞാനൊന്നുമില്ല. കുറച്ച് ദൂരേ ഉള്ളു. പോയിക്കോ ഒരു കാര്യമില്ല, നേരെ പോയിക്കോ. മിക്കവാറില്ല അവിടെ ആയിരിക്കും ഈ പാലം കഴിഞ്ഞോട് കയറുന്ന വലസൈഡി. അത് പാലം കയറിയിട്ടുള്ള അത് തന്നെ. എന്നിട്ട് ഓഫ് ചെയ്യട്ടെ, ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്തോ? വെറുതെ അല്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഫോൺ, സ്വന്തം ഫോൺ. അത് മുറിച്ചെടുത്താടേ. കുപ്പി പിടിക്കുന്ന സെൻറ്റർ കിട്ടുന്നില്ല.